നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും ചർച്ചാ വിഷയം കരുവന്നൂർ ബാങ്ക് കൊള്ളയായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ കേരള മുഖ്യൻ പിണറായി വിജയൻ കരുവന്നൂരിലേക്ക് പാഞ്ഞെത്തിയതും നേതാക്കളെ കണ്ടതും പിന്നാലെ ED അന്വേഷണത്തിന് എത്തിയതും CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും PK ബിജു, PK ഷാജൻ എന്നിവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും രഹസ്യ അക്കൗണ്ടിലെ പണം EDക്ക് പിന്നാലെ എത്തിയ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതുമെല്ലാം കൊണ്ട് സംഭവ ബഹുലമാണ് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ. തൃശൂരിൽ BJPക്ക് വേണ്ടി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ഇരയായവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സഹകാരി സംരക്ഷണ പദയാത്ര നടത്തുകയൊക്കെ ചെയ്തിരുന്നു സുരേഷ് ഗോപി. എന്നാൽ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് കരുവന്നൂർ വിഷയം ഒരൽപ്പം പിന്നോട്ടു പോയി. വീണ്ടും കരുവന്നൂർ കേസ് ആളിക്കത്തിക്കാൻ ഒരുങ്ങുകയാണ് BJP. ഇതിന്റെ ഭാഗമായി 15-ന് മോദിയെ കരുവന്നൂരിന് സമീപമുള്ള ഇരിങ്ങാലക്കുടയിലേക്ക് എത്തിച്ച പൊതുസമ്മേളനം സംഘടിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് നേതാക്കൾ. കരുവന്നൂർ സാധാരണ ജനങ്ങളുടെ പണം കവർന്നതാണെന്ന പൊതുവികാരം മോദിയെ എത്തിച്ച് ആളിക്കത്തിക്കാനാണ് BJPയുടെ ശ്രമം. 15-ന് ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായുള്ള കുന്നംകുളത്ത് പ്രധാനമന്ത്രിയെ എത്തിച്ച് പരിപാടി സംഘടിപ്പിക്കാനാണ് BJP സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. എന്നാൽ കുന്നംകുളത്തിന് പകരമായി ഇരിങ്ങാലക്കുടയിലേക്ക് മോദി എത്തണമെന്നാണ് BJP ജില്ലാ നേതൃത്വം ആഗ്രഹിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും കരുവന്നൂരിലേക്ക് മോദിയുടെ റോഡ് ഷോ നടത്താനും ആലോചനയുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കേരളത്തിൽ CPMനെതിരെയും പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ലെന്ന തരത്തിൽ കോൺഗ്രസിനെതിരെയും പ്രചാരണായുധമാക്കാനാണ് BJPയുടെ നീക്കം. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, കൗൺസിലർ PK ഷാജൻ എന്നിവരെ ED മണിക്കൂറുകളോളം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ചോദ്യം ചെയ്തിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കവേ ഇനി എന്ത് എന്ന ചോദ്യം CPMന് മുന്നിലുണ്ട്. പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക കൂടാതെ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഫോണും ED പിടിച്ചെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മുൻനിർത്തിയുള്ള EDയുടെ നീക്കത്തിന് തൃശൂർ ലോക്സഭാ സീറ്റുമായി ബന്ധമുണ്ടെന്ന നിഗമനം പാർട്ടിയിൽ ശക്തമാണ്. BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം തൃശൂർ സീറ്റ് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. നരേന്ദ്രമോദി അടുപ്പിച്ച് 2 തവണ വരികയും റോഡ് ഷോ വരെ നടത്തുകയും ചെയ്ത മണ്ഡലമാണ് തൃശൂർ. പക്ഷേ എങ്ങനെ ഇവിടെ ജയം എന്ന ചോദ്യമാണ് BJP ദേശീയ നേതൃത്വത്തിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CPMന് മുകളിൽ ED ചെലുത്തുന്ന അധിക സമ്മർദ്ദം ചർച്ചയാകുന്നതും. തൃശൂരിൽ ക്രൈസ്തവ സഭകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ നീക്കം അത്ര വിജയം കണ്ടില്ല. സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടം വീണുടഞ്ഞത് അശുഭകരമാണെന്ന പ്രചാരണവും വ്യാപകമായിരുന്നു. കിരീടത്തിൽ എത്ര സ്വർണം എന്ന ചോദ്യമുയർത്തി അത് വിവാദമാക്കുന്നതിൽ എതിർപക്ഷം വിജയിക്കുകയും ചെയ്തു. ഇതിലെല്ലാം പ്രതിരോധത്തിലായ സുരേഷ് ഗോപിക്ക് കിരീടദാനം തന്നെ തിരിച്ചടിച്ച അവസ്ഥയുമുണ്ടായി. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അതിജീവിക്കാൻ BJPക്കും സുരേഷ് ഗോപിക്കും പിന്നീട് കഴിഞ്ഞില്ല എന്നതും ഒരു വാസ്തവമാണ്. ഇതിനെല്ലാം മറികടക്കാൻ മോദിയുടെ വരവ് കൊണ്ട് ആകുമെന്നാണ് ഇപ്പോൾ BJP പ്രതീക്ഷിക്കുന്നതും. കരുവന്നൂർ വിഷയത്തിൽ ആദ്യം EDയാണ് അന്വേഷണം നടത്തിയെങ്കിലും ഇപ്പോൾ ആദായ നികുതി വകുപ്പാണ് കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ആദായ നികുതി റിട്ടേണിൽ കാണിച്ചില്ലെന്ന് കാണിച്ച CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 9.5 കോടിയുടെ 4 അക്കൗണ്ടുകളാണ് അവർ മരവിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച ഈ അക്കൗണ്ടുകളിൽ 1 കോടിയുടെ സ്ഥിര നിക്ഷേപം അടക്കം 10.5 കോടിയാണ് ഉണ്ടായിരുന്നത്. ഈ മാസം 2-ന് 1 കോടി രൂപ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പിൻവലിച്ചിരുന്നു. നിലവിൽ 9.5 കോടിയാണ് അക്കൗണ്ടിലുള്ളത്. പണത്തിന്റെ സ്രോതസ് അടക്കം വ്യക്തമാക്കാതെ പിൻവലിച്ച 1 കോടി ചെലവഴിക്കരുതെന്ന് ആദായ നികുതി വകുപ്പ് നിർദ്ദേശിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ED നടപടിക്ക് പിന്നാലെയുള്ള ആദായ നികുതി വകുപ്പിന്റെ നീക്കം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPMനെ പ്രതിരോധത്തിലുമാക്കിയിട്ടുണ്ട്.
നാളെ കരുവന്നൂർ വിഷയത്തിൽ ചോദ്യം ചെയ്യലിനായി മുൻ MP PK ബിജുവിനെയും CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും വീണ്ടും ED വിളിപ്പിച്ചിട്ടുണ്ട്. ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കമെന്നാണ് അറിയുന്നത്. നേരത്തെ വിളിച്ചു വരുത്തിയപ്പോൾ ചില ചോദ്യങ്ങൾക്ക് MM വർഗീസ് വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ലെന്നാണ് ED കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ തങ്ങളെ ഏതുവിധേനയും വേട്ടയാടുക മാത്രമാണ് BJPയുടെ ലക്ഷ്യമെന്നാണ് CPM പറയുന്നത്. ഇതിന് ജനങ്ങൾ മറുപടി പറയുമെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞതും. എന്ത് തന്നെയായാലും മോദിയുടെ വരവ് രണ്ടും കൽപ്പിച്ചുള്ളതാണ്. തൃശൂർ അവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു മണ്ഡലം തന്നെയാണ്. തൃശൂർ വിട്ടൊരു കളി BJP ഇക്കുറി ഒരു കാരണവശാലും പ്രതീക്ഷിക്കുന്നതേയില്ല. കാരണം അതിനു മുൻപേ തന്നെ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിയിരുന്നു സുരേഷ് ഗോപി. ആ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയായാണ് കരുവന്നൂരിൽ സഹകാരി സംരക്ഷണ പദയാത്ര ഉൾപ്പെടെ നടത്തിയത്. പിന്നീടുള്ള വിഷയങ്ങൾ കൊണ്ട് അത് കുറച്ച് പുറകോട്ട് പോയെങ്കിലും വീണ്ടും ED എത്തിയതോടെയും പിണറായി വിജയന്റെ പരക്കം പാച്ചിൽ കണ്ടും എല്ലാം വീണ്ടും അവിടെ ഒരു വിഷയമാക്കാൻ തന്നെയാണ് BJP ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് മോദി 15-ന് എത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അനുമതി ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞതായിട്ടാണ് അറിയാനും കഴിയുന്നത്. എന്തായാലും 15-ന് മോദി എത്തുമ്പോൾ അവിടെ തീർത്തും വ്യത്യസ്തമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെ പറയാം. ഇത് എങ്ങനെ മറികടക്കാൻ CPM ശ്രമിക്കുമെന്നതും കണ്ടറിയേണ്ടത് തന്നെയാണ്. നന്ദി.